സ്ത്രീകളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും ബലാത്സംഗം അല്ലെന്നുള്ള അലഹബാദ് ഹൈക്കോടതിയുടെ വിധി തെറ്റെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി. വിധി സമൂഹത്തിനും തെറ്റായ സന്ദേശം നൽകുമെന്നാണ് അന്നപൂർണ ദേവിയുടെ പ്രതികരണം. വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രിയും മറ്റു വനിതാ നേതാക്കളും ആവശ്യപ്പെട്ടു. രാജ്യത്തെ സ്ത്രീകളെ അവഗണിക്കുന്ന രീതി വെറുപ്പുളവാക്കുന്നതാണെന്നും അത് നമ്മൾ മറികടക്കേണ്ടതുണ്ടെന്നും തൃണമൂൽ കോൺഗ്രസ് MP ജൂൺ മാലിയ പറഞ്ഞു. വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ കേട്ട് ഞെട്ടിപ്പോയെന്നും ഇത് വളരെ ലജ്ജാകരമായ സാഹചര്യമാണെന്നും സ്വാതി മലിവാളും കുറ്റപ്പെടുത്തി. ആ പുരുഷൻ ചെയ്ത പ്രവൃത്തിയെ എങ്ങനെയാണ് ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയാത്തത്? ഈ വിധിന്യായത്തിനു പിന്നിലെ യുക്തി മനസ്സിലാകുന്നില്ലെന്നും സ്വാതി പറഞ്ഞു. ബലാത്സംഗ കുറ്റത്തിന് സമൻസ് അയക്കാനുള്ള കീഴ്ക്കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത 2 പുരുഷന്മാർക്ക് അനുകൂലമായി ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയാണ് വിധി പ്രസ്താവിച്ചത്. ഉത്തർപ്രദേശിലെ പവൻ, ആകാശ് എന്നിവർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാറിടത്തിൽ പിടിക്കുകയും പൈജാമയുടെ ചരട് പിടിച്ചു വലിക്കുകയും പിന്നീട് സമീപത്തെ കലുങ്കിനടുത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിന് ശ്രമിച്ചു എന്നാണ് കേസ്. ആ സമയം അതുവഴി ഒരാൾ വരുന്നത് കണ്ട് അവർ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ 2 പ്രതികളും വിചാരണ നേരിടണമെന്നും കീഴ്ക്കോടതി ഉത്തരവിട്ടു. ഇതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് അലഹബാദ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ നിരീക്ഷണം. കലുങ്കിനടുത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയതിനാൽ പെൺകുട്ടിയെ നഗ്നയാക്കിയെന്നോ വസ്ത്രം അഴിച്ചുമാറ്റിയെന്നോ സാക്ഷികൾ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കീഴ്ക്കോടതിയുടെ കണ്ടെത്തലുകൾ നിലനിൽക്കുന്നതല്ലെന്നും കോടതി പറഞ്ഞിരുന്നു.